വർക്കാക്കും. സോ എന്തുകൊണ്ട് ഈ വണ്ടി എടുത്തു, എന്തിന് ഇത്രയും പൈസ കൊടുത്ത് ഈ വണ്ടി എടുത്ത, ഇന്ത്യയിലെ കൺട്രോൾ ബോർഡിന്റെ കാര്യങ്ങൾ ഇന്ത്യയിൽ നമ്മുടെ വണ്ടി ഇതാണ്. നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ്. എനിക്ക് എന്തായാലും നല്ല സുഖവും സന്തോഷമാണ്. കാര്യം വേറൊന്നുമല്ല, ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ ആദ്യത്തെ കാറിലാണ്. ഞാൻ പുതിയൊരു കാറ് വാങ്ങിച്ചു. കാർ വാങ്ങിക്കേണ്ട അവസ്ഥയായി സത്യം പറഞ്ഞാൽ. എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ ചൂടും മഴയും എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീമാണ്. പ്രത്യേകിച്ച് ഒരു ഫാമിലിയും കുഞ്ഞുമൊക്കെ ആയതുകൊണ്ട് എനിക്ക് നേരത്തെ വീട്ടിലെ വാപ്പാടെ ഓട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓട്ടോയിലായിരുന്നു എല്ലായിടം പോകുന്നത്, കല്യാണവും ഫങ്ഷനും എല്ലാതും. പക്ഷേ വീട്ടിൽ ഒരുപാട് ബൈക്കുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വന്ന് ഫാമിലിയായിട്ട് പോകണമെങ്കിൽ കാറ് തന്നെ വേണം. അപ്പം അതിൻ്റെ ഒരു 95% ഡ്യൂട്ടിയും ഓട്ടോ ആണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കാറിൻ്റെ ആവശ്യകത വന്നു. ഒരുപാടെടുത്ത് ഞാൻ ആരെടുത്തും അങ്ങനെ കാറ് ചോദിക്കാറില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഓട്ടോ എങ്കിൽ ഓട്ടോ, അതിലങ്ങ് പോകുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പം ഒരു കാർ മേടിക്കാനൊരു സാഹചര്യം വന്നപ്പം ഏത് വണ്ടിയാണെന്നൊക്കെ ഞാൻ പറയാം. നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലിട്ട് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. ആദ്യമായിട്ട് ഞാനൊരു 4 വീലർ വാങ്ങാൻ പോവുകയാണ്. അത് ഉറങ്ങിയിട്ടേ ഇല്ല ഇന്ന്. സത്യത്തിൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. ഇന്ന് ഉറങ്ങിയിട്ടില്ല. ഇന്ന് എത്ര മണിയാണെന്ന് അറിയത്തില്ല. നേരെ ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ വണ്ടി ഒരുപാട് നാളതൊരു ആഗ്രഹമായിരുന്നു, ഒരു സ്വന്തമായിട്ടൊരു വണ്ടി എന്നുള്ളത്. അതിന്ന് പണിയുമ്പോഴാണ് കുറേ നാളിന് ശേഷം പുതിയൊരു വണ്ടി എടുക്കുന്നതിൻ്റെ ആ ഒരു തലേ ദിവസത്തെ ഉറക്കമില്ലായ്മയുണ്ടല്ലോ, അത് ഞാൻ ഇന്ന് അനുഭവിച്ച്. നേരെ എറണാകുളത്തോട്ട് പോവാം. ഞാൻ പറഞ്ഞ എൻ്റെ ഓട്ടോ എന്ന് പറയുന്നത് ഈ കാണുന്ന എൻ്റെ വാപ്പാടെ വണ്ടിയാണ്. ഇത് ഫുള്ള് റീസ്റ്റോർ ചെയ്തിട്ടേക്കാണ് ഇപ്പം നിലവിൽ. അതായത് A to Z, പിൻ ടു പിൻ, എൻജിൻ ഉൾപ്പെടെ വണ്ടിയുടെ ഷാസീസും വണ്ടിയുടെ പെയിൻറ്റിങ്ങും വണ്ടിയുടെ റെക്സിനും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാനങ്ങ് ഫുള്ളങ്ങ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ലോങ് മോഡൽ ഈ വണ്ടിക്കകത്ത് പോകാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കാറിൻ്റെ ഒരു കുറവ് ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ കായംകുളം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് നമ്മുടെ ഫാമിലി മൊത്തത്തിലാണ് പോകുന്നത്. ഫാമിലി മൊത്തത്തിലായിട്ട് നമ്മുടെ ഇവിടെ ഓട്ടോ ഇവിടെ കൊണ്ട് പാൻ പാർക്കിലൊക്കെ ഇട്ട് നേരെ ട്രെയിൻ കയറി നേരെ ആലുവയിലുള്ള ഒരു ഷോറൂമിലോട്ടാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ആലുവയിലെത്തി നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഷോറൂമിൽ നിന്ന് ആൾ പോത്തും നമ്മളങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഫോൺ മാറ്റാനാ ക്യാമറ നീ എടുക്കുമോന്നേരം. ഇത് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഓണർ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നു. ഇതാണ് നമ്മൾ വണ്ടി എടുക്കുന്ന ഷോറൂം, ആലുവയിലുള്ളതാണ്. നല്ല അത്യാവശ്യം നല്ല ഒരു വിശ്വസ്തത തോന്നിയുകൊണ്ട് നമ്മൾ എടുത്തതാണ്. ബാക്കിയുള്ള ഫീഡ്ബാക്കൊക്കെ ഞാൻ ദിവസങ്ങളിലും അതുപോലെ തന്നെ ഇത് വീഡിയോയിൽ തന്നെ ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ഡ്രീം കാർ അപ്പുറത്ത് കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വരുമോ അത് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറയാം. ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഒരു വണ്ടി എടുക്കുന്നത്. വലിയ വണ്ടിയൊന്നുമല്ല, ചെറിയ ബഡ്ജറ്റിൽ ഇരിക്കുന്ന വണ്ടിയാണ്. പക്ഷേ ഒരു വല്ലാത്തൊരു വികാരം വരുന്നു. ഈ വണ്ടി എടുക്കണമെന്ന് ഏറെ ആഗ്രഹിച്ച ആളൊന്നും എൻ്റെ കൂടെ ഇന്നില്ല. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമവും ഉള്ളിലുണ്ട്. അപ്പോൾ എൻ്റെ ഫാമിലി മൊത്തത്തിലാണ് വന്നേക്കുന്നത് വണ്ടി എടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് നന്ദി. നമ്മുടെ ഇതിൻ്റെ ഓണറിനൊക്കെ ഡീറ്റെയിലായിട്ട് പരിചയപ്പെടുത്താം. എന്തായാലും നമുക്ക് നേരെ വണ്ടി ഏതാണെന്നൊക്കെ കാണാം. ഇതാണ് നമ്മൾ വണ്ടി എടുക്കാൻ വന്ന ഷോറൂം. ഇതാണ് നമ്മുടെ ഓണർ. പേര് പറഞ്ഞ ബ്രോ? ഫയാസ് ബ്രോ ആണ് നമുക്ക് വണ്ടി എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഏതാണെന്ന് ഇത് റിവീൽ ചെയ്തിട്ടില്ല. ഒന്ന് ഓടിച്ചു നോക്കട്ടെ എന്തായാലും. ഓട്ടോ പോകും എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. ഫസ്റ്റ് നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാം. അതെ, വണ്ടി പിന്നീട് നമുക്ക് കാണിക്കാം, റിവീൽ ചെയ്യാം. ചെറിയ ആ ഒരു പേപ്പർ വർക്കിനൊക്കെ ആയിട്ടിരിക്കുകയാണ്. വണ്ടിയൊക്കെ ഓടിച്ച് നമുക്ക് എന്തായാലും സാറ്റിസ്ഫൈഡ് ആയി. പുള്ളി ഇത്രയും ഉറപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു. വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് അതൊക്കെ മനസ്സിലായി. അത് നമ്മളെന്തായാലും വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. വണ്ടി പക്കാ നീറ്റാണ്. അപ്പം ഇതിൻ്റെ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടി ഒന്ന് റിവീൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ഏത് വണ്ടിയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ വണ്ടി ഇതാണ്. നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണും. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഫുള്ള് അൺവീൽ ചെയ്തിട്ട് കാണാം ഏത് വണ്ടിയാണ് ഇപ്പോൾ ഉള്ള കാര്യം.
നമ്മുടെ വണ്ടി അൺവീൽ ചെയ്യാൻ സമയമായി. ഓക്കെ അല്ലേ? അപ്പോൾ യെസ്, നമ്മുടെ വണ്ടി ഇതേ അൺവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് ഇരിക്കുകയാണ്. ദ ട്രൂ കാർ എന്തൂസിയാസ്റ്റുകൾക്ക് ഈ ഷാഡോ കാണുമ്പോൾ തന്നെ വണ്ടി ഏതാണെന്ന് മനസ്സിലാക്കി കാണും. അപ്പോൾ ഇതേ നമ്മുടെ വായ്സ് ബ്രോയെ വിളിക്കുകയാണ്. ബ്രോ, നമ്മുടെ വണ്ടി ഒന്ന് അൺവീൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് അൺവീൽ ചെയ്ത് യൂട്യൂബിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ എടുക്കുന്നത്. അതെ അതെ അതെ. അപ്പം ഞാൻ ഒരുപാട് വണ്ടി നോക്കിയേട്ടാ. ഒരുപാട് വണ്ടി എന്ന് പറയുമ്പം പേഴ്സണലായിട്ട് OLX അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ നോക്കി മടുത്ത അവസാനം ഒന്നും പോയി നോക്കിയിട്ട് എനിക്കൊരു വിശ്വാസം വരുന്നില്ല. ഇനി നമുക്ക് പറ്റിക്കുന്നതാണോ? ഇതാകുമ്പോൾ ഒരു ഷോറൂമാണ്. അതെ, നമ്മൾ ഈ ഫെയർ വീൽസ് എന്ന് പറഞ്ഞ അത്യാവശ്യം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ പേജ് ഒന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. നമ്മുടെ അത്യാവശ്യം സെലിബ്രിറ്റീസിന് കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. പിന്നെ ഇവിടെ കിടക്കുന്ന വാഹനങ്ങളുടെ ഒക്കെ ക്വാളിറ്റി ആണെങ്കിലും നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി മെയിൻ്റെനൻസ് ചെയ്താണ് കൊടുക്കുന്നത്. ബിലാലിന് 100% എനിക്ക് ഉറപ്പാണ്. ബിലാലിന് ഈ വാഹനം കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനത്തിന്റെ റെഫറൻസ് ചെയ്ത് നമുക്കൊരു ബിസിനസ് ഉറപ്പായിട്ടും വരും. അപ്പോൾ ബിലാലിന്റെ സ്വപ്ന വാഹനം ഇപ്പോൾ ഇത് നമ്മൾ തുടക്കമാണ്. ബിലാലിന് ഇനി ഭാവിയിലേക്ക്, ബിലാൽ നല്ല കഴിവുള്ള ചെറുപ്പക്കാരനാണ്. ഒരുപാട് ഉയരങ്ങളിലേക്ക്, ഒരുപാട് വലിയ വലിയ വാഹനങ്ങൾ, ഒരുപാട് വലിയ വലിയ സംരംഭങ്ങളിലേക്ക്, ഒരുപാട് സോഷ്യൽ മീഡിയയിലും വരാൻ പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഞാനൊന്ന് ഓടിച്ചു പോലും നോക്കിയില്ല. ആദ്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ ഫാമിലിയായിട്ട് വന്ന് വണ്ടി അങ്ങ് എടുക്കുമായിരുന്നു. അതെ, ആ എടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇനി കാണുന്നതായിരിക്കും. സോ നമുക്കങ്ങ് വണ്ടി അങ്ങ് നിങ്ങൾക്കായിട്ട് ഈ വണ്ടി നമ്മൾ അൺവീൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ഐഡിയ കിട്ടും. കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ ആദ്യത്തെ വണ്ടി. എനിക്ക് തോന്നുന്നു നമ്മുടെ മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് വണ്ടി എടുക്കുന്ന ഈ ഒരു ബ്രാൻഡ്, ഈ ഒരു വണ്ടി ഫസ്റ്റ് എടുക്കുന്നത് വളരെ ചുരുക്കമായിരിക്കും ഫസ്റ്റ് വണ്ടിയായിട്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കളറാണ്. അതെ അതെ, യൂട്യൂബിന്റെ റെഡ് ആണ്. യൂട്യൂബിന്റെ റെഡാ. അതെ, ഒരുപാട് യൂട്യൂബേഴ്സ് നമുക്കറിയാം. ട്രിവാൻഡ്രം, കായംകുളം സൈഡ്, ഒരുപാട് കൊല്ലം സൈഡിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് വൈറ്റ് കാറിനെടുത്ത് റെഡ് ആക്കുന്നുണ്ട്. അപ്പോൾ റെഡ് കാർ തന്നെയാണ് യൂട്യൂബിൽ നിന്ന് അദ്ദേഹം എടുക്കുന്നത്. നമ്മുടെ തുടക്കം റെഡിനാണല്ലോ. അതെ, ഒരുപാട് നന്ദി ബ്രോ, നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി തന്നതില് സന്തോഷം. അത് മാത്രമല്ല, എല്ലാത്തിലും ഉപരി എനിക്ക് നാളെ വന്ന് നമുക്ക് വന്ന് ചോദിക്കാം എന്തെങ്കിലും ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും 100% നമ്മുടെ ആഫ്റ്റർ സർവീസ് ആണ് നമ്മുടെ എപ്പോഴും മെയിൻ ആയിട്ട് അത് ഞാൻ നോക്കുന്നുള്ളൂ. 100%. അപ്പം താങ്ക് യു. വണ്ടിയായിട്ട് നേരെ കായംകുളത്ത് പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ ആണ്. അത് നമുക്കിപ്പോ ഈ നോർമലി നമ്മൾ സ്വിഫ്റ്റിൽ വരുന്ന എഞ്ചിനാന്ന് പറഞ്ഞാലുവേ വണ്ടി ഭയങ്കര സ്ട്രോങ് ആണ്. ബിൽഡ് ക്വാളിറ്റി കൂടുതലായതുകൊണ്ട് വണ്ടിക്ക് വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് സ്വിഫ്റ്റിനെക്കാളും എക്സ്ട്രാ ട്യൂൺഡാണ് വണ്ടി. കാരണം വണ്ടി കുറച്ചും കൂടെ നമുക്ക് ഓടിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഈ വാഹനം നിർത്തിപ്പോയിട്ടും, അതായത് ഇന്ത്യയിലെ നോംസുമായിട്ട് ഇവർക്ക് പൊരുത്തപ്പെടാതെ നിർത്തിപ്പോയത്. അല്ല, വാഹനങ്ങൾ മോശമായിട്ടല്ല, ഇന്ത്യയിലെ കൺട്രോൾ ബോർഡിന്റെ കാര്യങ്ങളോ ഇന്ത്യയിലെ ഇവരുടെ ടേംസ്, ഗവൺമെന്റുമായിട്ടുള്ള ടേംസ് ഇവർക്ക് പറ്റാത്തതുകൊണ്ട് മാത്രമേ ഇവർക്ക് ഫീൽഡ് ഔട്ട് ആവേണ്ടി വന്നവരാണ്. അതെ, വേറെ വല്ലത് ഇവരുടെ വണ്ടികൾക്ക് ഇന്നും ആളുകൾ ഇവരുടെ വണ്ടി വാങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ആ ഒരു ബിൽഡ് ക്വാളിറ്റി, ഓരോ പാർട്സിനും ഡ്യൂറബിലിറ്റി കൂടുതലായതുകൊണ്ടേ വേറെ ടെൻഷൻ ഒന്നുമില്ല. പിന്നെ ഈ റെസ്റ്റ് കയറുക, കൂട്ട് കാര്യങ്ങളൊന്നുമില്ല. ലെഫ്റ്റിലേക്ക് വേണം, കുറച്ച് ഓടിച്ചിട്ട് പോയാലും മതി. ഇല്ലെങ്കിൽ ഓക്കെ ആണ്, തിരിച്ചു പോവാം. നമുക്ക് പോട്ടെ. ഞാൻ സ്ഥിരം ഒരു കാർ ഗായ അല്ല. ഒന്നത്തെ കാര്യം, ഞാൻ ബൈക്ക് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നൊരു വ്യക്തി. ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് ബ്രോ എനിക്ക് കാർ ഇല്ലാതെ പറ്റുന്നില്ല. അതെ, ഒരിടത്ത് പോകുമ്പോഴും ഫാമിലി ഒക്കെ കണ്ടില്ലേ, ഇപ്പൊ അങ്ങനെ ഫാമിലി ഒക്കെ ആയിട്ട് നമുക്ക് കാർ ഇതൊരു യുണീക് കളറാ. ഒരു യങ്സ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഒരു അട്രാക്ട് ചെയ്യുന്ന യുണീക് പ്ലാനൊക്കെ ഉണ്ട്. ഒരു അലോയൊക്കെ കയറ്റി സെറ്റപ്പ് ആക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് സസ്പെൻഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് കട്ടറി അടിക്കാം. ഏറ്റവും കൂടുതൽ ഇതിന് കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈന്റ് സസ്പെൻഷൻ്റെ അല്ലേ. സസ്പെൻഷനോ സ്റ്റിയറിംഗ് ബോക്സിനോ കൂട്ടണമെന്ന് ഒരു കംപ്ലൈന്റ് ഇല്ല. ഇത് ഇങ്ങോട്ട് പയ്യെ ഇറക്കും, കട്ടറി അടിച്ചു, അതായത് നമ്മുടെ നിന്ന് വാങ്ങുന്ന വണ്ടികൾക്കെല്ലാം നമ്മൾ കൊടുക്കുന്ന 3 ഉറപ്പുകളുണ്ട്. അതായത് ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള കാറുകൾ നമ്മൾ ചെയ്യാറില്ല. 2 നമ്മൾ ആക്സിഡന്റ് ഉള്ള കാറുകൾ നമ്മൾ ചെയ്യാറില്ല. 3 മെക്കാനിക്കൽ ഇഷ്യൂ ഉള്ള കാറുകൾ നമ്മൾ ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർക്ക് സോൾവ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ കാറുകൾ കൊടുക്കാറുള്ളൂ. കാരണം ഒരാളെടുക്കുമ്പോൾ അയാൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന കാര്യമാണ് ഫ്ലഡ് എഫക്റ്റഡ് ആണോ ഒരു കാർ, അതുപോലെ ആക്സിഡന്റ് ആയ കാറാണോ, അല്ലെങ്കിൽ ഇഷ്യൂ ഉള്ള കാറുകളാണോ.
99% നമ്മൾ കൊടുക്കാറില്ല. ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചില കാറുകൾ നമ്മൾ വന്ന കണ്ടീഷനിൽ കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ ഓരോ വണ്ടികൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് വരുന്ന കാറുകളുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് റീഫർബിഷ് ചെയ്യാനുള്ള നമ്മുടെ വർക്ക്ഷോപ്പിലെ കാലതാമസമൊക്കെ കൊണ്ട് അപ്പോൾ നമ്മളത് വളരെ ഡീലർ പ്രൈസിലും താഴെ ആയിട്ട് നമ്മൾ കോട്ട് ചെയ്തിട്ട് വരുന്ന കസ്റ്റമറോട് ഇന്ന കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് റേറ്റ് കുറച്ച് തരുന്നതെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാറില്ല. അല്ലാതെ നമ്മുടെ 99% കാറുകൾ നമ്മൾ റീഫർബിഷ് ചെയ്ത് തന്നെയാണ് കൊടുക്കാറ്. ഞാൻ സത്യം പറഞ്ഞാൽ മെയിനായിട്ട് ഒരു ഡീലറിൻ്റെ എടുക്കാൻ മാക്സിമം ശ്രമിച്ചുള്ളൂ. കാര്യം വേറൊന്നും അല്ല ബ്രോ, 10 രൂപ കൂടിയാലും അല്ലെങ്കിൽ എന്തുവാണെങ്കിലും നമുക്ക് ട്രസ്റ്റ് കിട്ടും. നമുക്ക് ട്രസ്റ്റ് ഉണ്ട്. നമുക്കിപ്പം എടുത്ത് വാങ്ങിക്കാം. അതെ, നമുക്ക് ഒരിടത്ത് ഇപ്പൊ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് അഥവാ പോകുന്ന എന്തെങ്കിലും രീതിയിൽ വണ്ടിയാണ് വരാം. ഞാനും ബൈക്കിന്റെ സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചെറിയൊരു പേജ് വഴി നമ്മൾ ബൈക്കിന്റെ 2 വീലർ പ്രീമിയം സെഗ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം പറയാറ് നമ്മള് എന്തെങ്കിലും വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരായി എടുക്കാനാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വാക്കാളല്ല, നമ്മളോട് മേടിക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ വിത്ത് എഗ്രിമെന്റിലാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല, എടുക്കാൻ വേണ്ടി വരുന്നത്. അല്ല, എന്നെ ബിലാല് ഇങ്ങനെ 2 ദിവസമായിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന ആഗ്രഹക്കാരനാണ്. എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്ന അദ്ദേഹം പറഞ്ഞായിരുന്നു ഇൻഫ്ലുവൻസർ ആണ്, കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന് പോലും വണ്ടി കൊടുക്കാൻ തരണം. ഒരു ഇൻഫ്ലുവൻസർക്ക് വണ്ടി കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ആൾക്ക് വണ്ടി കൊടുക്കാൻ ഒരുപാട് പേര് വൈക്കും. കാരണം അദ്ദേഹത്തിന്റെ ചെറിയൊരു കമ്മ്യൂണിറ്റി ആണെങ്കിലും വലിയൊരു കമ്മ്യൂണിറ്റി ആണെങ്കിലും ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് നമുക്കൊരു സ്ഥാപനം റൺ ചെയ്യുന്ന ആൾക്ക് ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് വലിയതായിട്ട് കേരളം മൊത്തം എഫക്ട് ചെയ്യും. അപ്പൊ നമുക്ക് അത്രയും ട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത്. നമ്മളിപ്പോൾ വാഹനം കൊടുത്തത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഫാമിലി ആയിട്ടാണ്. ഞാൻ പറഞ്ഞു ഫാമിലി ആയിട്ട് വരുന്നതാണെങ്കിൽ ഒരു കാരണവശാലും പേടിക്കണ്ട, ധൈര്യമായിട്ട് വന്ന് നിങ്ങൾക്ക് എടുത്ത് സൂപ്പറായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഫീഡ്ബാക്ക് ആണ് നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ കൊടുക്കുക. അതായത് നമ്മൾ ഇതൊക്കെ ഇറ്റാലിയൻ കാറായതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡാണ്. അങ്ങനെ ചെറിയൊരു അതായത് ഈ വണ്ടി നോർമലി ഇന്ത്യക്ക് വരുമ്പോൾ മാത്രമേ ഇതിന്റെ ഹാൻഡില് റൈറ്റ് സൈഡിൽ ഇരിക്കുള്ളൂ, ഇല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് അല്ലേ. അപ്പൊ അവർക്ക് ലെഫ്റ്റിൽ പോകുമ്പോൾ ഒക്കെയാണ് അവരുടെ സൈഡില്. മറ്റേ ഇവോ അല്ലല്ലോ, മറ്റേ പുണ്ടോ അല്ലേ? ഏതാ മറ്റേ പുണ്ടോ അല്ലേ? 2 ഈ ഇവോയും ഉണ്ട് യൂറോപ്യൻ കൺട്രീസിൽ മൊത്തം ഉണ്ട്. അങ്ങനെ കണ്ടിട്ടില്ല. കൂടുതലും എടുത്ത് മോഡിഫൈ ചെയ്യുന്നത് മറ്റേ വണ്ടിയാണ്, പഴയ വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു അവിടെ കൂടുതൽ ആക്സസറീസ് ഉണ്ടെന്ന് തോന്നുന്നു, സോഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. അല്ല, ഇവിടെ നമുക്ക് എല്ലാം കിട്ടും. ഈ ബൂട്ട് പോലത്തെ ആപ്ലിക്കേഷനിൽ നമ്മൾ പിന്നെ നമ്മൾ ഇവിടെ നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാം ആഫ്റ്റർ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്ത് പാർട്സ് സോഴ്സ് ചെയ്യാനാണെങ്കിലും നമുക്ക് കുറെ വെൻഡേഴ്സ് ഉണ്ട്. നമ്മുടെ ആ വെൻഡേഴ്സ് വഴി നമ്മൾ അവർക്ക് ആവശ്യമുള്ള മുട്ടിച്ചു കൊടുത്തിട്ട് അവർ വഴി അവർക്ക് സോഴ്സ് ചെയ്യാനുള്ള എല്ലാ പോകുന്നുണ്ട്. ഇപ്പം ബിലാലിനാണെങ്കിലും നമ്മൾ ആ കോൺടാക്ട്സ് എല്ലാം തരും നമുക്ക്. അതായത് ഡീലർക്ക് കിട്ടുന്ന ഒരു പാർട്സ് റേറ്റ് ഉണ്ട്. അത് ചിലപ്പോൾ കസ്റ്റമറിനെക്കാളും ഒരു 20%-25% ലാഭത്തിലായിരിക്കും ഡീലർക്ക് അവർ. കാരണം ഞങ്ങൾക്ക് റെഗുലർ സപ്ലൈ തരുന്ന ആൾക്കാരാണ്. നിങ്ങൾ തന്നെ വൺസ് ഇൻ എ ഓയിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ ഡീലർ പർച്ചേസിൽ ഞങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടിൽ തന്നെയാണ് പാർട്സ് ഞങ്ങളുടെ കസ്റ്റമേഴ്സിനും കൊടുക്കാറ്. നമ്മളിത് നേരെ ഫോറൻ മാളിലോട്ട് വണ്ടി എടുത്തുകൊണ്ട് കയറി ജസ്റ്റ് നമ്മളൊന്ന് കണ്ട് കറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞ് കയറിയാണ്. വണ്ടി എടുത്ത് ഫസ്റ്റ് റൈഡാണ്. എന്ത് തിരക്കാന്ന് വല്ലാത്ത തിരക്കാണ് കേട്ടോ. ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ല. കൊള്ളാം തന്നെ, സ്റ്റാൻഡേർഡ് ഉണ്ട് പക്ക. സമയം സത്യം പറഞ്ഞാൽ ഇപ്പം 12 മണിയോളമായി. സ്റ്റിൽ വണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചാർജ് തീരാറായതുകൊണ്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇറങ്ങാൻ തോന്നുന്നില്ല വണ്ടിയിൽ നിന്ന്. വണ്ടി ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ഫുള്ള് പൊടിയായി. നാളെ ഫുള്ളൊന്ന് കഴുകണം വണ്ടി. എന്തായാലും നമുക്ക് ഒന്ന് വണ്ടിയൊക്കെ ഇടാനായിട്ട് കുറച്ച് സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഫുള്ള് വണ്ടികളാണ് ഇവിടെ. വലിയ വണ്ടികളൊന്നുമല്ല, നമ്മുടെ പഴയ ഡിസ്കവറും FC ഒക്കെയാണ്. നമ്മളൊരു ഈ ഒരു സൗണ്ടിന് വേണ്ടിയാണ് ഞാൻ ഈ വണ്ടിക്ക് പൈസ കൊടുത്തത്. ഇന്നലെ എറണാകുളത്ത് വന്നോ. ഈ കേൾക്കുന്ന സൗണ്ട് എന്തിൻ്റെന്ന് പറയാം ഇറങ്ങി. അതിൻ്റെ അകം നോക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ളതാണ്. ഡീസലായതുകൊണ്ട് ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ അകത്തോട്ട് കേൾക്കുന്നുണ്ട്. ഇനിയിപ്പം കാറിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. നല്ല രീതിയിൽ അലങ്കോലമായി കിടക്കുകയാണ്. ഇപ്പം നിലവിൽ നല്ല യാത്രാസുഖമൊക്കെ ഉണ്ടെന്നാണ് ഇതിനകത്ത് ഇരുന്ന് വന്ന ആൾക്കാർ പറഞ്ഞത്. സോ നല്ല കൂളിംഗ് ഉണ്ട്. ഈ ഒരു ലോഗോയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം ഇതിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും കാണും. പിന്നെ അത്യാവശ്യം ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റങ്ങൾ, അതുപോലെ തന്നെ വണ്ടിയുടെ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. സ്പീക്കർ, അതുപോലെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടുത്തെ സ്വിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യണം. സോ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. പിന്നെ നമ്മളിത് ചെയ്യാൻ പോകുന്ന വീഡിയോസൊക്കെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. മൊത്തത്തിൽ നമ്മൾ ഈ വണ്ടി ക്ലിയർ ചെയ്യും, പക്കാക്കും.
സോ എന്തുകൊണ്ട് ഈ വണ്ടി എടുത്തു, എന്തിന് ഇത്രയും പൈസ കൊടുത്ത് ഈ വണ്ടി എടുത്തു? ഇത്രയും പൈസ എന്ന് പറഞ്ഞാൽ വലിയ പൈസ ഒന്നുമല്ല, ചെറിയ പൈസ കൊടുത്താൽ ചെറിയ മാർക്കറ്റ് ഇപ്പോൾ സ്വിഫ്റ്റിനേക്കാളൊക്കെ പകുതി വിലയ്ക്ക് ഈ വണ്ടി കിട്ടുന്നത്. അതൊക്കെ കാരണസഹിതമായിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. സോ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വളരെയധികം സന്തോഷമുണ്ട് ഒരു വണ്ടി എടുത്തതിൽ, പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ടൊരു വണ്ടി തന്നെ എടുത്തതിൽ. ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട് വണ്ടിയിൽ, അത് ഇല്ലെന്ന് പറയുന്നില്ല, കംപ്ലീറ്റ് നീറ്റ് എന്നൊന്നും പറയുന്നില്ല. ചെറിയ കംപ്ലയിൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യണം. സോ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, അതൊക്കെ എന്തായാലും കാണും. സോ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.